സമസ്ത പൊതുപരീക്ഷ 5ാം ക്ലാസ് തജ്വീദ് വലിസാനുൽ ഖുർആൻ കഴിഞ്ഞ 5 വർഷത്തെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നും തിരഞ്ഞെടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ആദ്യം നമുക്ക് ശരി അടയാളപ്പെടുത്താം എന്ന ചോദ്യം വായിക്കാം. അതിലൊന്ന് ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ്, ഹ ആണ്. 2 വഖഫ് മുത്ലക്കിൻ്റെ അടയാളം ത്വ. 3 ത്വഇൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് ത ആണ്. 4 ബസറക്കാരനായ ഖാരി, ഓത്തുകാരനാരാണ്? അബൂ അംർ. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. അടുത്തത് വ്യക്തമാക്കാം എന്നുള്ളതിൽ 1 കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ അബൂ അബ്ദിറഹ്മാനി സലമി. എഴുതുന്നത് ശ്രദ്ധിക്കുക. 2 അൽ കഹ്ഫ് സൂറത്തിലെ ലക്കിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് ലാക്കിന്ന ഹുവല്ലാഹു എന്നാണ്. 3 ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് ബിസ്മില്ലാഹി മജ്രേഹ. 4 സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ, ഖുർആനിൽ നൈപുണ്യം നേടിയവർ. 5 സൂറത്തു യാസീനിൽ സക്ത ചെയ്യേണ്ട കെലിമത്ത് മിമ്മർഖദിന എന്ന കെലിമത്ത്. നംല ഉബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കുക. 1 അഹ്ലുൽ മദീനത്തി മദീന നിവാസികൾ കാനു യുറഹിബുന അവർ സ്വാഗതം ചെയ്തു. ആരെയാണ്? ബിൻ നബി നബിയെയാണ് സ്വാഗതം ചെയ്തത്. 2 ഹഫറ ജിബ്രീലു ജിബ്രീൽ കുഴിച്ചു. എന്താണ് ജിബ്രീൽ കുഴിച്ചത്? ബിഇറ സംസം സംസം കിണർ. 3 മുസ്തഖ്ബിലു ജലസ ജലസയുടെ മുസ്തഖ്ബിൽ എന്താണ്? ജലസ മാളിയായ ഫീലാണല്ലോ. ഫഅല ഫഅല മോഡൽ വരുന്നതെല്ലാം മാളിയാണ്. ജലസ മാളിയായതുകൊണ്ട് അതിൻ്റെ മുലാരി അല്ലെങ്കിൽ മുസ്തഖ്ബിൽ എന്താണ്? യജ്ലിസു. 4 അത്തോലിബാനി 2 വിദ്യാർത്ഥികൾ യക്തുബാനി അവർ എഴുതുന്നു. അദ്ദറസ എഴുതാൻ പറ്റിയത് ബ്രാക്കറ്റിൽ ദറസ പാഠം എന്നുള്ളതാണ്, ചാപ്റ്റർ. 5 ഖറഅത്തുൽ ഖുർആന ഖുർആൻ ഞാൻ ഓതി. സ്വബാഹൻ പ്രഭാതത്തിൽ. ഈ രൂപത്തിലാണ് നമ്മളതിനെ തിരഞ്ഞെടുക്കേണ്ടത്. ശേഷം നുമയ്യിസുൽ മാലി വൽ മുലാരിയ മാലി മുലാരി എന്നിങ്ങനെ വേർതിരിക്കണം. മാലി മുലാരി 2 കള്ളികൾ കൊടുത്തിട്ടുണ്ട്. ഖറജ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫഅല ഖറജ. ഖറഅ ഫഅല ഖറഅ. ജലസ നേരത്തെ പറഞ്ഞു, കതബ ഫഅല. മാലി 90% ഫഅല രൂപത്തിലാണ് വരിക. അപ്പോൾ ആ ഒരു ഫഅല പഠിച്ചു വെച്ചാൽ അതിനോട് തുല്യമായി വരുന്നതൊക്കെ മാലി കോളത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി യഫ്അലു എന്നുള്ളതിനോട് യോജിച്ച് വരുന്നതൊക്കെ നമുക്ക് മുലാരിയിൽ എഴുതാം. യത്ലു യഫ്ഉലു, യഅബുദു യഫ്ഉലു, യഖൂലു. അത് ചെറിയൊരു മാറ്റമുണ്ട്, എന്നാലും യഫ്അലുവിൻ്റെ ഒരു രൂപത്തിലാണ് വരിക. യഖൂലു എന്നുള്ളതിൽ വാവ് നീട്ടാനുണ്ട്. തദ്ഹബു തഫ്അലു. അപ്പോൾ യഫ്അലു എന്നുള്ളത് മുലാരിയിലും ഫഅലക്ക് മാലിയും പഠിച്ചു വെച്ച് അതിനോട് സാമ്യമുള്ളതൊക്കെ 2 കള്ളികളിലായി മനസ്സിലാക്കി എഴുതുക. ഇനി രണ്ടാമത്തത് നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് നമ്മൾ ദ്വവചനവും ബഹുവചനവും അഥവാ 2 എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതും ഒരുപാടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതും എഴുതാനാണ്. ദറസ എന്ന് പറഞ്ഞാൽ ഒരാൾ പഠിച്ചു. ദറസ 2 ആൾ പഠിച്ചു. ദറസു ഒരുപാട് ആൾ പഠിച്ചു. നസറ ഒരാൾ സഹായിച്ചു. നസറ 2 പേര് സഹായിച്ചു. നസറു ഒരുപാട് പേര് സഹായിച്ചു. ഫതഹ എന്ന് പറഞ്ഞാൽ ഒരാൾ തുറന്നു എന്നാണ്. 2 ആളാണ് തുറന്നതെങ്കിൽ ഫതഹ പറഞ്ഞാൽ പോരാ, ഫതഹ പറയണം. ഒരുപാട് ആൾ തുറന്നെങ്കിൽ ഫതഹു എന്ന് പറയണം. ഒരാൾ ഉറങ്ങിയാൽ നമുക്ക് നാമ എന്ന് പറയാം. 2 ആൾ ഉറങ്ങിയതിനെ പറ്റിയാണ് നമ്മൾ ഉറങ്ങി എന്ന് പറയുന്നതിന് നാമ എന്ന് പറയണം. കുറേ ആൾക്കാർ ഉറങ്ങി പറയുമ്പോൾ നാമു. അപ്പോൾ ഈ രൂപത്തിൽ അതിനെ എഴുതി കൊടുക്കുക. അടുത്തത് നിശ്ചിത സ്ഥാനത്ത് എഴുതാമെന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഓഷിയ ഖില ലഹു ജീം ഹിസാബിയ സില നൽകിയിട്ടുണ്ട്. അതിൽ വഖഫ് ഔല ഏതാണ്? ഖില വഖഫാണ് നല്ലത്.
ഖാഫും ലാമും കൂടെ ഉള്ളത് വന്നാൽ ഖില വന്നാൽ വഖഫാണ് നല്ലത്. വഖഫ് ജായിസ്, വഖഫ് അനുവദനീയമാണ്. അപ്പോൾ ജീമ് വന്നാൽ അവിടെ നമുക്ക് വഖഫ് ചെയ്യാം, നിർത്താം. അൽ വസ്ലു ഔല, വസ്ലാണ് ഏറ്റവും നല്ലത്, ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത്. സ്വില എന്ന് വന്നാൽ സ്വാദും ലാമുയാവും കൂടെ വന്നാൽ അൽ വസ്ലു ഔല. ഹാ ഉ സക്ത, സക്താൻ്റെ ഹാ ഏതാണ് ചോദിച്ചത്? ഹിസാബിയ എന്നുള്ള സക്താൻ്റെ ഹാ. ഇനി ഹാ ഉ തനീസ്, സ്ത്രീലിംഗത്തിൻ്റെ മേലറിയിക്കുന്ന ഒരു ഹാ ഉണ്ട്, സ്ത്രീലിംഗത്തിൻ്റെ മേലറിയിക്കുന്നത്, അത് ഏതാണ് വാക്ക്? അൽ ഓഷിയ, അവിടെ ഒരു യോഷിയ ഒരു ഹാ ഉണ്ട്. ഇനി ഹാ ഉൽ ലമീർ, ലമീറിൻ്റെ ഹാ ഏതാണ് ഇതിൽ? ലഹു എന്നുള്ളത്, ലഹു ആണ് ലമീറിൻ്റെ ഹാ. വ്യക്തമാക്കാമെന്നുള്ളതിൽ പ്രധാനപ്പെട്ട 3 ചോദ്യം. അഷറത്തുൽ ഖുറായിൽ മദീനക്കാരനായ കാരിയുകൾ ആരൊക്കെയാണ്? നാഫി ഉൽ മദനി, അബു ജഅഫറിനിൽ മദനി. 2 ഉസ്മാൻ റളിയല്ലാഹുവിന് മുസ്ഹഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം കൂഫ, ബസ്ര, ഷാം, മക്ക. 3 ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ, അതേത് ഹംസയാണ്? ഹംസത്തുൽ ഖത്ത് ആണ്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ ഉണ്ടാകും, അത് പോവില്ല. ശേഷം നൂസിലു ബിമാ യുനാസിബ്, യോജിച്ചത് ചേർക്കാനാണ്. ലിസാനിൽ യോജിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ആണാണോ പെണ്ണാണോ, 1 ആണോ 2 ആണോ 2ൽ കൂടുതലുള്ള ബഹുവചനമായ ജം ആണോ, അഥവാ വാഹിദ് 1, മുസന്ന 2, ജം ബഹുവചനം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഫി ബൈത്തി അർബഉ, എൻ്റെ വീട്ടിൽ 4 തോലിബാത്തിൻ എന്നതാണ്, 4 വിദ്യാർത്ഥിനികൾ ഉണ്ട്. റഅയ്തു, ഞാൻ കണ്ടു, സമാനിയത്ത 8 തുയൂരിൻ പക്ഷികളെ. കാനത്തിൽ ഉമ്മയായി തെക്കുനുത്തു, അപ്പോൾ ഉമ്മ സ്ത്രീ ആയതുകൊണ്ടാണ് അവിടെ തെക്കുനുത്തു വന്നത്. ഇന്ന അബി, എൻ്റെ ഉപ്പ ആണായതുകൊണ്ട് താ വരില്ല. യക്റഉ, ഖുർആൻ ഓതുന്നു. യൽബസു നൗഫലുൻ, നൗഫൽ ധരിക്കുന്നു. ബിദിലത്തൻ റസ്മിയത്തൻ, അതാണ് അവിടെ യോജിച്ചു വന്നിട്ടുള്ളത്. അടുത്തത് നുമയ്യിസു സഹീഹ ബിഹാദിഹി, ചോദ്യങ്ങൾക്ക് യോജിച്ചവക്ക് ടിക്കറ്റ് കൊടുക്കാനാണ്. 1 യക്കില ഉമർ ഉണർന്നു. മിനൻ നൗമി, ഉറക്കിൽ നിന്ന്. മുബക്കിറൻ, നേരത്തെയാണ് ഉണർന്നത്. നായിമൻ, ഉറങ്ങുക എന്നാണ് അർത്ഥം. മുസല്ലിയൻ, നിസ്കരിക്കുക എന്നുമാണ്. അതൊരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് അറബി പദങ്ങളുടെ അർത്ഥം അറിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ചോദ്യങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയും. 2 അതാലമു എന്നുള്ളത് മാലി, മുലാരി, ജാമിദ്. മാലിയല്ല, കാരണം മാലി ഞാൻ പറഞ്ഞല്ലോ ഫഅല വസ്നിനിക്കായിരിക്കും. ഫഅല ഏറെക്കുറെ അതായിരിക്കും. പിന്നെ ആ എന്നുള്ളത് മുലാരിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അത്തൈനയിലെ ആയാണത്. ആ തൈന, ഈ 4 അക്ഷരങ്ങളും മുലാരിൻ്റേതാണ്. അപ്പോൾ അത് തുടക്കത്തിൽ വന്നാൽ മുലാരിയായ ഫീലായിരിക്കും. 3 തവസ്സക ഹാമിദുൻ എന്നതാണ് യോജിച്ചത്. 4 സെയ്ദുൻ വ അനീസുൻ, സെയ്ദും അനീസും. യൽ അബാനി എന്നതാണ് യോജിച്ചത്. തൽ അബാനി 2 സ്ത്രീകൾ കളിക്കുന്നതിനാണ്. തൽ അബു ഒരാൾ കളിക്കുന്നതിനാണ്. അപ്പോൾ പുരുഷന്മാരായ 2 പേര് കളിക്കുമ്പോൾ യൽ അബാനി എന്നാണ്. ഇനി ഷഅൽന എന്നുള്ളത് ഫഅല സർഫാക്കുമ്പോൾ വരുന്നതാണ്. ഫഅൽന, ഷഅൽന അത് മാലിയാണ്, മുലാരിയല്ല, നാഖിസുമല്ല. അടുത്തത് നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അതിലൊന്ന് കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? അബൂ അബ്ദുറഹ്മാനി സലമി. എഴുതുന്നത് ശ്രദ്ധിക്കുക. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. 3 മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേര് എന്തായിരുന്നു? യസ്രിബ് എന്നാണ്. നുഅരിബു അറബിയാക്കാനാണ്. 1 ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ബയ്യിൻ എന്നൊരു ചോദ്യമാണ്, വ്യക്തമാക്കാനാണ്, അല്ലെങ്കിൽ ഡെഫിനിഷൻ എഴുതാനാണ്. അതിൽ ഹംസത്തുൽ വസ്ൽ ചോദിച്ചിട്ടുണ്ട്. ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ. വളരെ എളുപ്പമാണ്. 2 അൽ ഫീലുൽ മാലിയായ ഫീൽ, മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
കെലിമത്തുൻ അതൊരു പദമാണ്, തദുല്ലു അത് അറിയിക്കും, അലാ ഹുദൂസി ഫിയലിൻ ഫി സമാനിൽ മാലി കഴിഞ്ഞുപോയ കാലത്തിൽ ഒരു ക്രിയ സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു പദം, അത്രയേ ഉള്ളൂ. മൂന്നാമത്തത് സക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് എന്തു പറയുന്നത്? സക്ത എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ശേഷം സൊറഫാക്കാനാണ്. സൊറഫാക്കാൻ പഠിക്കാതെ പോയാൽ നല്ലൊരു മാർക്ക് നഷ്ടപ്പെട്ടു പോകും. എല്ലാവരും മാലിയും മുലാരിയും കൃത്യമായി പാഠഭാഗത്തിൽ കൊടുത്ത ഫീലുകളും മറ്റു നമുക്കറിയുന്ന ഫീലുകളൊക്കെ സൊറഫാക്കി വെക്കുക. തെദുറുസു മുതലാണ് നമ്മൾ സൊറഫാക്കേണ്ടത്. ആദ്യം തെദുറുസു അല്ല, ആദ്യം യദുറുസു ആണ്. യദുറുസു യദുറുസാനി യദുറുസൂന, തെദുറുസു തെദുറുസാനി യദുറുസ്ന, തെദുറുസു പിന്നെയാണ് തെദുറുസു വരുന്നത്. അപ്പോൾ ആദ്യം ഒരു 3 ലൈന് സ്ഥലത്തില്ലാത്ത ആണുങ്ങൾക്ക്, പിന്നെ ഒരു 3 ലൈന് സ്ഥലത്തില്ലാത്ത പെണ്ണുങ്ങൾക്ക്, പിന്നെ സ്ഥലത്തുള്ള ആണുങ്ങൾക്ക്. അതാണ് ഈ തെദുറുസു തെദുറുസാനി തെദുറുസൂന, തെദുരിസീന തെദുറുസാനി തെദുറുസിന, ശേഷം അതുറുസു നെദുറുസു. യക്തുബു അത് ആദ്യം തന്നെ, യക്തുബു യക്തുബാനി യക്തുബുന, തെക്തുബു തെക്തുബാനി യക്തുബുന. ജലസ അത് ആദ്യം മുതൽ തന്നെയാണ്, മാലിയാണ്. മറ്റത് രണ്ടും മുലാരിയാണ്. ജലസ ജലസു, ജലസത്ത് ജലസത്ത, ജലസ്ന. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിനെ സൊറഫാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസാന് തജ്വീദിലെ ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു തവണ നിങ്ങൾ കേട്ടാൽ, പരീക്ഷൻ്റെ അന്നോ അതിന് മുമ്പോ ഒരിക്കൽ കൂടി നമ്മൾ കേട്ടാൽ നമുക്കത് വളരെ ഉപകാരം ചെയ്യും. ഇതിലുള്ള പല ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ. മറ്റു വീഡിയോകളും കൂടെ നമുക്ക് ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും, ഉപകാരപ്രദമായെങ്കിൽ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.